ചേട്ടാ ചേട്ടാ സാറിന് മണത്ത് നോക്കി മണത്തോക്ക് മണത്തോക്ക് ഇപ്പൊ അരമണിക്കൂറായിട്ടുള്ളൂ കേട്ടോ മേടിച്ചിട്ട്. ഒന്നും വെയിറ്റ് ചെയ്യല്ല, ഇത് നടപടി വെയിറ്റിംഗ് ഒന്നുമില്ല, ഇതിനുള്ള ഉത്തരവാദിത്തം പുഴുവാണ് പുഴു. ഇപ്പൊ മേടിച്ചിട്ട് പോയിട്ട് അരമണിക്കൂറായിരുന്നു. എന്താ ഇതിന് ഉത്തരവാദിത്തം? നല്ലൊരു നടപടി. ഇതിന്റെ മാനേജറാണ്. ഇത് സാധനമുണ്ട്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ഇതൊന്ന് മണത്ത് നോക്കി. എങ്ങനെയുണ്ട്? ഒന്നും തോന്നിയില്ല. ഒന്നോട് നോക്കാം. എന്നാലും ചീഞ്ഞ സാധനം കൊടുത്താൽ ചേട്ടന്. ചേട്ടന് മണം കിട്ടിയില്ലേ ചീഞ്ഞ? ചേട്ടത് പക്ക. ചേട്ടൻ മണത്ത് നോക്കിയില്ല. പുഴുവാണ് പുഴു. പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചാ. പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി. അവിടെ ഉണ്ടായ കംപ്ലൈന്റ് ഉണ്ടായോ? മാഡം ഇത് ചീഞ്ഞ സാധനമാണ് നിങ്ങൾ സെയിൽ ചെയ്യണേ. മാഡം മണത്ത് നോക്കിയത് ഒന്ന് കഴിച്ചു നോക്ക്, കഴിച്ചു നോക്ക്. അങ്ങോട്ട് കൊണ്ടുവന്നില്ല സാധനം. ഞങ്ങൾക്ക് അകത്തേക്കും സാധനം തരില്ല. ഇതിന് തീരുമാനം ഉണ്ടാവും ആൾക്കാർക്ക്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ സാധനം മേടിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയ്ക്ക് മോശപ്പെട്ട സാധനമാണ് ഇവര് കൊടുക്കണേ. മണത്ത് നോക്കുക. ആ ബില്ലെടുത്തടാ, ബില്ലെടുത്തേ. ആ ബില്ലെടുത്ത ആർക്കും വേണമെങ്കിൽ നോക്കിക്കോട്ടോ. ഇപ്പൊ എടുത്ത ബില്ലാണ്. ഇപ്പൊ മേടിച്ചോണ്ട് പോയ ബില്ലാണ്. വേഷം കെട്ട് ഇറക്കണം നിങ്ങള്. എന്തോ ഒരു മിനിറ്റ്, ഇത് തിന്ന് ചത്തുപോയ ആര് സമാനം പറയും? നിങ്ങൾ സമാനം പറയോ? അല്ല, ഇതിന്റെ ആൾക്കാരെ വിളിക്കും. നിങ്ങൾ ഇതിന്റെ ആൾക്കാരെ വിളിക്കും. ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അല്ലാണ്ട് ഇവിടെ കച്ചവടം നടക്കൂല. മയിലുണ്ടാക്കണം ഇവിടെ. ഇവിടെ കച്ചവടം നടക്കൂല. ഇവിടെ അതാണ് മീഡിയനാണ് വിളിക്കുന്നത്. വിളിച്ചോടാ. അല്ല, അങ്ങനെ അത്രയും വരെ പോകണ്ട. നിൽക്കും പിള്ളേര്. അത് പ്രത്യേകിച്ച് നാളെ രാവിലെ മാർക്കറ്റിൽ പോകുന്ന പിള്ളേരാണ്. ചേച്ചിയുടെ കൊച്ചിന് കൊടുക്കും അതുപോലെ മേടിച്ച്. ചേച്ചി ഇത് മണത്ത് നോക്കിയ ചേച്ചി. ചീഞ്ഞ പുളുത്ത സാധനം. ഇത് മണത്ത് നോക്കിയേ. ഇത് മണത്ത് നോക്കിയത്. മണത്ത് ഒന്നോടെ നോക്ക്. ഒന്ന് മൂക്കോത്ര തന്നെ. അപ്പൊ ഞങ്ങൾ ചീഞ്ഞത് കഴിക്കണോ? ഞങ്ങൾ ചീഞ്ഞ ചിക്കൻ കഴിക്കണോ? ഇരിക്കുന്ന സാധനമൊക്കെ മുഴുവൻ കുടിച്ചു കുടിക്കോട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ പെട്രോൾ പോലും ഒഴിക്കാനാ മതി. അപ്പൊ കാര്യം ഞാൻ പറഞ്ഞേക്കാം. സാധനം സെയിൽ ചെയ്യാൻ പറ്റില്ല അവിടെ. നിങ്ങൾ ആരും മേടിക്കില്ല ഇവിടെ സാധനം. ഇവിടുന്ന് സ്വിഗ്ഗിന്ന് തന്നെ ആള് ഇവിടെ തന്നെ. സ്വിഗ്ഗിന്ന് ഇവിടെ തന്നാ അപ്പൊ ഞങ്ങക്ക്. ഇത് ഏറ്റവും വലിയ പിള്ളേര്. അത് ഇവന്റെ ചേട്ടന്റെ പിള്ളേര് നാളെ മസ്കറ്റിന് പോവാ. 3 പിള്ളേര്. അവർക്ക് വേണ്ടി മേടിച്ച് അവർ ഈ ചീഞ്ഞ സാധനം കഴിച്ചോണ്ടിരിക്കാന്നേ. ഞങ്ങൾക്ക് അടുത്തേക്കടെ പോയപ്പോ ചീഞ്ഞ മണം കിട്ടിയിട്ട് ഞങ്ങൾ പോയി മണത്ത് നോക്കിയതാ. പിള്ളേർക്കറിയോ, പിള്ളേര് ചീഞ്ഞത് കഴിച്ചോണ്ടിരിക്കണം. ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടി മേടിച്ചു. ഞങ്ങൾ പുറത്ത് വേറെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് പാസ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര ചീഞ്ഞ മണം വേണ്ട. കാക്കനാട് ചിറ്റേത്തറയിലുള്ള KFCയുടെ ഷോറൂമാണത്. മറ്റേ ഭക്ഷണം കൊടുക്കുന്നത്. വേറെ ചീഞ്ഞ സാധനം അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ തിന്നത്തിട്ട് അവിടെ. എന്റെ പൊന്നി ചേട്ടാ പിന്നെ കമത്തിക്കറാട്ടാ. കൊള്ളാത്ത സാധനം തന്നെ. ചേട്ടൻ മണത്ത് നോക്കി അത് കഴിക്കും. ചിങ്ങാണോ? പുഴുവില്ല, കണ്ടില്ല. പുഴുവില്ല, ചിങ്ങല്ല ഏട്ടാ. ഞങ്ങൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. തിരിച്ചു കൊടുക്കാനോ ഏത് പൈസ? അത് മാത്രമല്ല, ഇതിന് എന്ത് നടപടി? പൈസ മാത്രമല്ല ചേച്ചിയുടെ കാര്യം. ചേച്ചി, ഇവിടുത്തെ ഒരാൾ മരിച്ചു പോയ ആര് സമ്മാനം പറയും? ചേച്ചി, ഇവിടെ ഒരാള് ഈ കഴിച്ച ഒരാൾ മരിച്ച ആര് സമ്മാനം പറയും? ഈ തന്ന 700 800 തീരുവോ?
ഈ സാധനം തരില്ല തന്നു കഴിഞ്ഞാൽ ശരിയാവൂല. ഇത് തെളിവുണ്ട് കേട്ടോ, എല്ലാത്തിനും തെളിവുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ തിന്നണോ? എന്താ മോളെ ഈ പറഞ്ഞ റിമൂവ് ചെയ്യാനോ? എത്ര ആൾക്കാർക്ക് ഇപ്പൊ കൊടുത്തു? അപ്പൊ ഈ നിങ്ങൾ എന്ത് ബുൾഷിറ്റ് വർത്താനം പറഞ്ഞു? ഈ സാധനം എന്റെ പിള്ളേര് കഴിച്ചാൽ നീ സമാധാനം പറയോ? നീയല്ല പിന്നെ നിന്റെ ആൾക്കാരെ വെക്കണ നീ. ഇവിടുത്തെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങളുടെ വേണ്ട ഏറ്റവും വലിയ ആളെ വിളിക്കും. ഞങ്ങൾ ഈ കാക്കനോടുള്ളവരാ. ഒന്ന് വിളിച്ചപ്പോ അവിടെ മൊത്തം പേരിപ്പിങ്ങൂല്ല. ആൾക്കാരെ കൂട്ടണോ അവിടെ? അല്ല ഇവിടുത്തെ വേറെ മാനേജർമാരും ഇല്ലേ? വിളിക്കെല്ലാരും വിളിക്കുക, അല്ലെങ്കിൽ വലിയ വിഷയം ഉണ്ടാവും അവിടെ. കോപ്പ എല്ലാം കൂടി തല്ലിപ്പൊളിച്ച് കത്തിച്ചോട്ടെ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേഷം കെട്ട് കാണിക്കരുത് ഇവിടെ. അകത്തേക്ക് കയറും. അലക്സ് ആ സാധനം കൊടുക്കരുത്. അത് അതിൽ വെച്ചോ. പിള്ളേരെ കഴിച്ചേക്കാം. അതൊന്നും വിഷമില്ല. ആരാ വന്നെ? നിങ്ങൾക്ക് കഴിച്ചത് ചീത്തയായിരുന്നോ? കാക്കനാട് ചിറ്റേപ്പേരയിലുള്ള KFC മാക്സിന്റെ തൊട്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള KFCയുടെ ഷോപ്പാണിത്. ഇവിടെ നിന്ന് മേടിച്ച സാധനം ചീഞ്ഞ സാധനമാണ്, പുഴുകരിക്കുന്ന സാധനമാണ്. അതിന്റെ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുക. ഐസ്ക്രീം കഴിച്ചിട്ട് ഉണ്ടായിരുന്നോ? ഇത്